ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ്റ്റ് പൊന്നു ജോക്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നല്ലോണം ലേറ്റായി, പക്ഷെ കുഴപ്പമില്ല. നമ്മളിന്ന് നമ്മുടെ യൂണിറ്റിൻ്റെ കൊന്ത സമാപനമാണ്. 4 ഗ്രൂപ്പായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ഇന്ന് നമ്മൾ കൊന്ത സമാപനം യൂണിറ്റിൻ്റെ. അപ്പോൾ ഇപ്പോൾ അവിടെ കുടുംബസമ്മേളനം നടക്കുകയാണ്. കുടുംബസമ്മേളനം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കൊന്തെത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പ്രോഗ്രാമുള്ളത്? കൊന്തെത്തിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫുഡുണ്ട്, പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം, പാട്ട് ഡാൻസ് എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വേഗം പോട്ടെ. അവിടെ അടിപൊളിയായിട്ട് ഞാൻ കൂടുതലൊന്നും പറയാനില്ല, അവിടെ കാണിച്ചു തരാം. ഡെക്കറേഷൻ അല്ല പറയണ്ടേ, അതെ അതെ അതെ, അടിപൊളി. അത് അവിടുത്തെ മേമയുടെ ക്രിയേറ്റിവിറ്റി ആണ് കേട്ടോ, പറയാണ്ടിരിക്കാവേ. അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാവേ, നിങ്ങൾ സെറ്റ് സാധനം. ഓക്കെ, എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ 3-5 മാസം അല്ല 4 ആഴ്ചയ്ക്ക് മുമ്പ് ലോഗോസ് ക്വിസ് പരീക്ഷ 2.4 അല്ല 92, അതായത് 100 മാർക്കിൽ അത് 92.4 മാർക്ക് നേടി ഉന്നതമായിട്ടുള്ള വിജയം. അതായത് നമ്മുടെ ഇടവകയിൽ എനിക്ക് തോന്നുന്നു 3ാം സ്ഥാനം. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നാം എല്ലാവർക്കും ലഭിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ ജപമാല ചെല്ലുമ്പോൾ നസസിലെ തിരുക്കുടുംബത്തിൻ്റെ അസിസ്റ്റന്റ് വികാരി ഫാദർ ബ്രിജോ ഇടത്തിലെത്തിക്കാരൻ അച്ഛൻ വന്നിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മുടെ ഇടവക്കാരൻ തന്നെ ആയിട്ടുള്ള വിൻസെൻഷ്യൽ കോൺഗ്രിഗേഷൻ മേരിമാത പ്രൊവിൻസിലെ അംഗമായിട്ടുള്ള ഡീക്കൻ ബെഞ്ചമിൻ കോക്കാട്ടി, നമ്മുടെ പണികുന്നിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹവും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ പള്ളി ട്രസ്റ്റി ആയിട്ടുള്ള തോമസ് പോളേട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേന്ദ്ര സമിതി പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജോയ് ചേട്ടൻ വന്നിട്ടുണ്ട്. എല്ലാവരെയും പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സെന്റ് ജോർജ് കുടുംബ യൂണിറ്റിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവരും ജപമാല ചൊല്ലിക്കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണെന്ന് അറിയാം. ഞങ്ങൾ കുറച്ചധികം യൂണിറ്റുകളാണ്, മൊത്തം 13 കൊന്തസഭകളുകൊണ്ടാണ് ഞാൻ വൈകിയത്. എന്നാലും എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. നമ്മൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പൊ കൊന്തസഭാവത്തിൽ എല്ലാവരും വന്നേങ്ങനെ അല്ലെ? കൊന്ത അവസാനിക്കാണോ? ഇനി കൊന്ത ചൊല്ലില്ലേ? ഇനിയാണ് ശക്തമായിട്ട് കൊന്ത ചൊല്ലേണ്ടത്. ഒന്ന് ഉറപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇനിയിപ്പോ നാളെ നമ്മള് ദേവാലയത്തില് എല്ലാവരും കൂടി ഒരുമിച്ച് ആരാധനയ്ക്കനുസരിച്ച് വെച്ച് ജപമാല ചൊല്ലും. കൂടുതൽ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ അമ്മയുടെ ഇനിയിപ്പോ 15 ദിവസമുള്ളൂ, ഇനിയും 15 ദിവസം കൂടി ഉണ്ട്. അപ്പൊ കൂടുതലായിട്ട് ജപമാല ചൊല്ലുവാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. പാരബോധ്യത്തോടു കൂടി നമ്മൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം നമ്മൾ പിടിക്കുന്നു. അതിനുശേഷം കൊന്ത ചൊല്ലി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും കരങ്ങളിലെ പരിശുദ്ധ അമ്മ പിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. എവിടെ പോയാലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും കോട്ടയും നമ്മുടെ ഒപ്പമുണ്ട്. ആ ഒരു ബോധ്യത്തോടു കൂടി ഈ ജപമാല മാസത്തിലായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ എല്ലാവരും നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ഈ കൊന്ത മാസത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ കൊന്ത ചെല്ലുമ്പോൾ പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ്. ഓരോ ദിവസവും സന്തോഷവും ദുഃഖവും പ്രകാശവും മഹിമയുടെയും ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവങ്ങൾ തന്നെയാണ്. അതോടൊപ്പം ഈ സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു യൂണിറ്റാണ്. കാരണം അതിൻ്റെ ഒരു നിറവാണ് ഇന്ന് കൂടെ കണ്ട അലങ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം. എല്ലാവരും വളരെ സന്തോഷവാന്മാരല്ലേ? ഇന്ന് നമ്മൾ ആഘോഷമായി വന്നതില്ലേ അല്ലേ? അതോടൊപ്പം തന്നെ ഈ സെന്റ് ജോർജ് യൂണിറ്റിന്റെ വേറെ ഒരു ദൈവിക അനുഗ്രഹമാണ്. നമുക്ക് ലോഗോസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് നമ്മുടെ യൂണിറ്റിൽ നിന്നായിരുന്നു അല്ലേ? സെന്റ് ജോർജ് യൂണിറ്റ് അതൊക്കെ ഒരു അനുഗ്രഹമാണ്. അതൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെ ഒക്കെ ഫലമാണ് അതൊക്കെ. എന്നിരുന്നാലും എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹീതമായി നിറഞ്ഞു നിൽക്കുന്ന ഈ യൂണിറ്റിന് അതിൻ്റെതായ ആശംസകളുണ്ട്. അതോടൊപ്പം നമ്മൾ ഇന്ന് എത്ര മണി കൊന്തയാണ് ചൊല്ലിയത്? 59 മണി ജപമില്ലേ? 59 മണി ജപമുണ്ട്. അതായത് 59 എന്ന് പറയുന്നത് കൊന്ത കൂട്ടിയണക്കിയതിൽ ഏറ്റവും നമ്മൾ ആദ്യമായിട്ട് ചൊല്ലുന്നത് കോർത്തിണക്കിയയിലൂടെയുള്ള കുരിശ് പിടിച്ചിട്ടാണ് നമ്മൾ ആരംഭിക്കുക. ആ കുരിശാണ് നമ്മളുടെ ഏറ്റവും വലിയ രക്ഷ. ആ കുരിശ് പിടിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. കാനായിൽ കല്യാണം എഴുതുന്ന കൽപ്പനകൾ കാര്യമായതുപോലെ ഇപ്പോൾ പങ്കുവയ്ക്കൽ, പ്രാർത്ഥന, പരസ്നേഹം,
ദയ, കരുണ എന്നിവ നിറഞ്ഞു കവിയുവാൻ ഈ പ്രത്യേക മാസത്തിൽ മാതാവിനോടൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി. അലച്ചലുകളും പോരായ്മകളും ഒക്കെ അറിഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രീമയെ ഏറെ സ്നേഹത്തോടെ ഈ ആശംസകൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷം, ആനന്ദം, ആഹ്ലാദം. ഇപ്പം എല്ലാവരും കൊന്തയുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആ സന്തോഷം ആശംസിക്കുന്നു. പിന്നെ ഈ കുടുംബത്തിലെ കുടുംബനാഥ നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഇപ്പം ഞാൻ സ്റ്റാറ്റസിലൊക്കെ മിക്കവാറും കാണാറുണ്ട് സോണിയയുടെ കലാവാസനകളൊക്കെ. അപ്പം നല്ലൊരു സോണിയയുടെ നേതൃത്വത്തിൽ ഇവിടെ കുറച്ച് പേരുണ്ട്, കുറച്ച് 3-4 പേര് എല്ലാ കാര്യങ്ങളിലും നന്നായി സഹകരിച്ച്, പേരൊന്നും എടുത്ത് പറയുന്നില്ല, എനിക്കറിയാം എല്ലാവരെയും നന്നായിട്ട് സഹകരിക്കാറുണ്ട്, സഹായിക്കാറുണ്ട്. നല്ല ഐക്യമൊക്കെ ഉള്ള ഒരു യൂണിറ്റാണിത്. നല്ല കഴിവുണ്ട് അവർക്ക് ചെയ്യാനുള്ള കഴിവ്. അതുകൊണ്ട് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അപ്പം ഇനി കൊന്തയൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കണ്ടെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, കൊന്ത തീക്ഷ്ണതയോടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊന്തയും പ്രാർത്ഥനയും അവിടെയുള്ളവർക്ക് ഫുഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛനും നമ്മുടെ ബ്രദറിനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയവർക്ക് ഇവിടെ ഫുഡാണ്, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ആൻറ്റി ചാട്ടൻ കിട്ടാം നമ്മുടെ മേഖല, ആലത്തൂർ മേഖലയുടെ നട്ടില്ലേ. 2 വാക്ക് പറയാനുള്ള നമ്മുടെ യൂണിറ്റിനെ കുറിച്ച്. അല്ല, അവിടെ പറഞ്ഞ ഞാൻ എന്തായാലും വ്ളോഗിൽ ഇടുന്നുണ്ട്, ഇവിടെയും പറഞ്ഞോ. നല്ല ക്ലിയർ ആയിട്ട് ഹോസ്പിറ്റലൊന്നുമില്ല ഞങ്ങൾക്ക്. പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, ഞാനൊക്കെ ഉണ്ടല്ലോ. അത് നമ്മുടെ ബാധിക്കില്ല. ഓക്കെ ഓക്കെ, അത് പറ. അതെ ചക്ര, ഞാൻ ആണല്ലേ. ബ്രദറിന് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു. അയ്യോ ചോദിച്ചോട്ടെ 2 വാക്കുകൾ. നിറഞ്ഞ മനസ്സോടുകൂടി വിളമ്പി തന്ന ഈ ആഹാരം വളരെ സ്വാദിഷ്ടമാണ്. ആഹാരം മാത്രമല്ല, നല്ല രൂപങ്ങളാണ്. അത് നല്ല മനസ്സുള്ള ആ ഒരു യൂണിറ്റ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ. അങ്ങനെയല്ലേ? അതെ അതെ, നിങ്ങൾ ആവശ്യത്തിനടുത്ത് കഴിക്കുക. പ്രൊമോഷൻ പറയണമെന്നില്ല. താങ്ക് യു. അപ്പോൾ ദേ അച്ഛന്മാരും പിന്നെ വന്നേക്കണവരൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. നമ്മളും കുറച്ച് നേരം വിശന്നൊക്കെ വയറിൽ നിന്ന് കഴിച്ചിട്ടൊക്കെ എടുത്തു തുടങ്ങി. നമ്മളും ദേ ഫുഡ് കഴിക്കാൻ വന്നു. ആൻറ്റി ഓൾറെഡി കഴിച്ചിട്ട്. അപ്പോൾ ഞാനും ചക്കും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് നമുക്ക് ചോറ്, മാങ്ങക്കറി, ചിക്കൻ 65 ആണ്, അത് കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടം, പിന്നെ പയറുപ്പേരി, അച്ചാർ, നാരങ്ങ ആൻഡ് ഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ വേഗം ഫുഡ് കഴിച്ചിട്ട് കാണാം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ പണിയുണ്ട്. ക്ലീൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അതെ അതെ. അപ്പോൾ വേഗം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഓക്കെ, സേവി ചേട്ടൻ പരിപാടി എങ്ങനെയുണ്ടായി? അടിപൊളി പരിപാടി. ഉഷാറായില്ലേ? സെന്റ് ജോർജിനെ വെട്ടാനായിട്ട് ഈ അമ്പഴക്കാട് ഫെറോന ചർച്ചിൽ ഇന്ന് ഒരു കുടുംബ യൂണിറ്റും വളർന്നിട്ടില്ല. വളർന്നിട്ടില്ല. അതിനൊരു എക്സാമ്പിൾ ഇവിടുത്തെ ഒരു ഓട്ടം ഒന്ന് കാണും. അതെ, വന്ന് കാണ്. അതാണ്. അല്ല പിന്നെ പവർ. അപ്പോൾ ഗൈസ്, നമ്മുടെ കൊന്ത സമാപനം അടിപൊളിയായിട്ട്, വളരെ അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഫുഡ് കഴിച്ചു. അച്ഛന്മാർ അവർ വന്നവരൊക്കെ പോയി. അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഭയങ്കര അല്ലേ, പ്രത്യേകിച്ച് അവർ ഭയങ്കര ഹാപ്പി. അടിപൊളിയായിരുന്നു. നമ്മുടെ യൂണിറ്റ് എല്ലാവർക്കും അവർക്ക് ഇഷ്ടമായിരുന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളും പതുക്കെ ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ പോകണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അവിടെയും ഇങ്ങനെ യൂണിറ്റിൽ കൊന്ത സെലിബ്രേറ്റ് ചെയ്യാറ്, കൊന്ത സമാപനമായിട്ട് എങ്ങനെ നടത്താറുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം, ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.